ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോട്ടണിയില് 2024 ചോദിച്ചിട്ടുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ നമുക്ക് ആ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് fill up the blanks. In grasses, the monocot embryo contains single cotyledons named dash. Okay, ആ ഒരു സിംഗിൾ കോട്ടിലേഡൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് +1 പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണ് ആ സിംഗിൾ കോട്ടിലേഡൻ? is known as scutellum. Okay, that is known as scutellum, right? Next question. In recombinant DNA technology, precipitated DNA can be separated by DNA separate ചെയ്യുന്ന ആ ഒരു particular processനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? Yes, that is known as spooling. എന്താണ് അതിനെ നമ്മൾ സ്പൂളിംഗ് പ്രോസസ് എന്ന് വിളിക്കുന്നു. A single stranded DNA or RNA tagged with radioactive molecule is called. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതായത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNAയിൽ നമ്മൾ എന്താണ് ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂളിനെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബ് എന്ന്. Okay, what is that called? It is called a probe. Sun is the only source of energy for all ecosystem on Earth, but one exception. What is that? അതായത് നമുക്കറിയാം സണ്ണാണ് എല്ലാത്തിനും ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ലൈറ്റ് എത്താത്ത ഒരു സ്ഥലം മാത്രമുണ്ട്. എവിടെയാണ്? നമ്മുടെ ഡീപ് സീയിൽ, അല്ലെ? അപ്പൊ അത് മാത്രമാണ് ഇവിടുത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡീപ് സീ? എവിടെയാണ് ഡീപ് സീ ഹൈഡ്രോ തെർമൽ ഇക്കോസിസ്റ്റം? that is deep sea hydrothermal ecosystem. Okay, അപ്പൊ ഇതിൽ മാത്രമാണ്, ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ മാത്രമാണ് നമ്മുടെ സണ്ണ് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് അവിടേക്ക് എത്തുന്നില്ല. ഓക്കെ, അങ്ങ് അടിയിലാണ്, അല്ലെ? സണ്ണിന്റെ ലൈറ്റ് അങ്ങോട്ട് എത്താൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് 2024 നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ.